ഇത് മാസം ഓട്ടോറിക്ഷ എന്നാണ് ഹീറോൻ്റെ CD ഡീലക്സ് എന്ന വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ചെയിൻ ലൂസ് ഉണ്ട്, ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറണം, അതേപോലെ തന്നെ വൈസർ ഹെഡ്ലൈറ്റ് ഈ രണ്ടും പൊട്ടിയിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ റേറ്റ് നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനുണ്ട്. അതേപോലെ തന്നെ ബാക്ക് ടയറൊക്കെ ആയാലും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഹബിനും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ്, ഹബ്ബ് തേയ്മാനം ഉണ്ട്, അതല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ബാക്കിലത്തെ വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ബാക്കിലത്തെ ഡാമ്പർ റബ്ബർ സെറ്റ് നമുക്ക് കംപ്ലയിൻ്റ് ആണ്, അത് പൊട്ടിയിട്ടുണ്ട്, അത് മാറ്റി ഇടണം. പിന്നെ ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്, ഓവർ ലൂസാണ് കേട്ടോ. ഇത് ശരിക്കും ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിട്ട് എനിക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ചെയിൻ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ചെയിൻ ഏകദേശം ഒരു 1000 കിലോമീറ്റർ കൂടുമ്പോൾ എന്തായാലും ചെയിൻ ലൂസായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊണ്ട് വരാൻ പറ്റില്ലെങ്കിൽ പോലും എവിടെയെങ്കിലും കയറ്റിയിട്ട് ചെയിൻ ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ചെയിൻ മാക്സിമം ലൂസായി കിടന്ന് ചെയിൻ ലൈഫ് പകുതിയേ കിട്ടുള്ളൂ. അതിന് മുമ്പ് ചെയിൻ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും, ഒന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കട്ടെ. ഇപ്പം ബാക്ക് വീൽ അഴിച്ചാണ്, അതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ആക്കാം. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കിക്കോട്ടോ, ടയർ തീരെ ഇല്ലാത്ത അവസ്ഥയാണ്. അന്ന് ശ്രദ്ധിക്കുക, കാരണം എന്ന് വെച്ചാൽ സ്കിഡാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലൊരു ശ്രദ്ധയിൽ വേണം വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് ഓൾറെഡി നമ്മൾ മീറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്, കേബിള് ഡിസ്കണക്റ്റാണ്. പിന്നെ വൈസൻഡേഴ്സ് പറഞ്ഞില്ല, ഇതൊക്കെ മൊത്തം പൊട്ടിയാണ്. നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കണേ, ടൈയൊക്കെ വെച്ചിട്ട് പിടിപ്പിച്ച് വെച്ചാണ്, അത് വീണ്ടും പൊട്ടിപ്പോയി. അപ്പോൾ ഞാനത് നോക്കാം, എത്ര വില തന്നെ നോക്കട്ടെ. ഇത് കമ്പനി ഐറ്റം വെച്ചില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നിൽക്കില്ല, ഈ ഫൈബർ ക്വാളിറ്റി വേരിയേഷൻ ഉണ്ട്. അപ്പോൾ കമ്പനി ഐറ്റം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അത് അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇത് ഹെഡ്ലൈറ്റും അടിഭാഗം പൊട്ടിപ്പോയതാണ്, അപ്പോൾ മാറ്റുമ്പോൾ ഹെഡ്ലൈറ്റും വൈസറും ഈ 2 ഐറ്റം കൂടി മാറ്റിയാലാണത് ചൊവ്വാവുള്ളൂ കേട്ടോ. സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി ഇരിക്കണം, ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.12. നിലവിൽ ബാറ്ററി ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം. അതിനകത്ത് വൈസർ ഹെഡ്ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ചോദിച്ചിട്ട് സെപ്പറേറ്റ് പറയാം കേട്ടോ. അത് ഓൾറെഡി നമ്മുടെ സ്റ്റോക്കില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് അടച്ചിടാണെന്നുണ്ടെങ്കിൽ ഞാൻ ബുക്ക് ചെയ്തിടാം. നമുക്ക് തന്നെ മാറ്റണമെങ്കിൽ പറഞ്ഞാൽ ഇടയ്ക്ക് വന്നാൽ ഒരു 10 മിനിറ്റ് അടുത്ത ദിവസമുള്ളൂ അഴിച്ചും മാറ്റാനായിട്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയത്തെ സർവീസിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ വണ്ടി വാട്ടർ സർവീസിൻ്റെ പറഞ്ഞു പോകുന്നത് ഞാൻ ഓർക്കണില്ല, അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. വാഷിങ് ചെയ്യണോ വേണ്ടതെന്നുള്ള ദിവസം, ഒന്നാമത് മഴയാണ്, ചെയ്യണോ വേണ്ടതെന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ, അങ്ങനെ അതും കൂടിയും കൂട്ടത്തിൽ ചെയ്യാം.